എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 56ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? പിന്നെ ഇന്ന് സെൻറ്റ് തോമസ് ഡേ ആയിട്ട് എന്താണ് പിള്ളേരെ പരിപാടി? സെൻറ്റ് തോമസ് ഡേ എന്ന് പറയുമ്പോൾ തോറാന എന്ന് പറയും. തോറാന എന്ന് പറയുമ്പോൾ 6 ആനകൾ ഒരുമിച്ച് ഒഴുകിപ്പോവാൻ പാകത്തിന് മഴ പെയ്യുന്നതാണ് ഇന്ന് ഐതിഹ്യം. നിങ്ങളുടെ അവിടെ മഴ പെയ്തോ ഗെയ്സ്? ഞങ്ങളുടെ ഇവിടെ ഭയങ്കര മഴയാണ്. മഴയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല അല്ലേ? എന്തായാലും പോട്ടെ, നമുക്കൊന്ന് സ്റ്റോറിയിലേക്ക് പോയാലോ? ഇന്നും കൂടി ഒന്ന് ക്ഷമിക്കട്ടെ. ഞാനൊരു ക്രിസ്ത്യാനി ആയതിനാലും എനിക്ക് നേരം കിട്ടാത്തതിനാലും ഞാൻ ഇന്നൊരു പാർട്ടി റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. അത് കാരണം ആ ഒരു പാർട്ടി ഞാൻ നിങ്ങൾക്ക് പറയാം. പിന്നെന്താ, അത് കുറച്ച് ലെങ്തായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ അല്ലേ? സെറ്റല്ലേ? പിന്നെ എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? നാളെ നോക്കാം, അറിയത്തില്ല, എന്നാലും നോക്കാം. 2 പാർട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്തോളോ. അഴിച്ചു മാറ്റാൻ വേണ്ടിയല്ല ഞാനിതിട്ടത്. പിന്നെ നീ എന്താ കുറച്ച് മുമ്പേ ചോദിച്ചേ? താൻ ആരാടോ എൻ്റെന്ന്? താൻ എന്തിനാ കല്യാണത്തിന് അവളോട് വിളിക്കാമെന്ന് പറഞ്ഞേന്നല്ലേ? അതിനുള്ള ഉത്തരം ഞാൻ പറയുന്നില്ല. എൻ്റെ പാറ തമ്പുരാട്ടിക്ക് പ്രവർത്തിച്ച് കാണിക്കാം. പോക്കറ്റിൽ നിന്നും റിങ് ചെയ്യുന്ന ഫോൺ അറ്റൻഡ് ചെയ്ത് ധ്രുവി പുറത്തേക്ക് പോയി. എന്നാൽ അതേസമയം അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ, അവൻ്റെ ഈ ഭാവമാറ്റം മനസ്സിലാവാതെ ഇരിക്കുകയായിരുന്നു പാർവതി. ഫോണിൽ സംസാരിച്ചു പോകുന്ന ധ്രുവി ഒന്ന് തിരിഞ്ഞു നോക്കി പാർവതിയെ സൈറ്റ് അടിച്ച് കാണിച്ചു. അതുകൂടെ കണ്ടതും പാർവതിയുടെ സർവ്വ നിയന്ത്രണവും വിട്ടു. അവൾ ദേഷ്യത്തോടെ ദത്തൻ്റെ അടുത്തേക്ക് നടന്നു. അവർ 4 പേരും ഡ്രസ്സ് നോക്കുന്ന തിരക്കിലാണ്. ഭദ്ര! പാർവതിയുടെ വിളി കേട്ട് ഭദ്ര ഞെട്ടിത്തിരിഞ്ഞു. എന്താ ചേച്ചി? ഇതൊന്നും അയച്ചു തന്നെ. അവൾ വിരൽ ഭദ്രയ്ക്ക് നേരെ നീട്ടി പറഞ്ഞു. ഭദ്ര അന്തം വിട്ട് ശീലുവിനെയും വർണ്ണയും ദത്തനെയും നോക്കി. ശേഷം പാർവതിയുടെ വിരലിൽ കിടക്കുന്ന റിങ് അഴിക്കാൻ തുടങ്ങി. പാർവതിക്ക് വിരൽ നല്ല വേദന എടുക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി ധ്രുവിയോടുള്ള ദേഷ്യം മുന്നിട്ട് നിന്നതുകൊണ്ട് അവൾ അതെല്ലാം സഹിച്ചു നിന്നു. ചേച്ചി, ഇതഴിക്കാൻ പറ്റുന്നില്ല. ചേച്ചി എന്തിനിപ്പോൾ റിങ് ഈ വിരലിലിട്ടേ? എങ്ങനെയെങ്കിലും ഇതൊന്ന് അഴിച്ചതാ ഭദ്ര, പ്ലീസ്. കയ്യിൽ സോപ്പിട്ട വേഗം കിട്ടും ചേച്ചി. അവളുടെ മുഖത്തെ ദയനീയഭാവം കണ്ട് വർണ്ണ പറഞ്ഞു. എന്നാൽ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം, നിങ്ങൾ ഡ്രസ്സ് നോക്കിക്കോ. ഇപ്പം തന്നെ അതഴിക്കണമെന്ന് എന്താ അത്ര നിർബന്ധം? വീട്ടിൽ പോയിട്ട് ചെയ്താൽ പോരെ? ശീലു പറഞ്ഞു. പറ്റില്ല, ഇപ്പം തന്നെ വേണം, ഒരു 10 മിനിറ്റ്. പാർവതി വേഗം വാഷ്റൂമിലേക്ക് നടന്നു. ഓപ്പൺ വാഷ്റൂമായിരുന്നു അത്. നിരനിരയായി വാഷ് ബേസിനും അതിനു മുന്നിലായി വലിയൊരു മിററും ഉണ്ട്. ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അവിടെ 2-3 പയ്യന്മാർ നിൽക്കുന്നുണ്ട്. പാർവതി അവരെ ശ്രദ്ധിക്കാതെ വാഷ് ബേസിന് മുന്നിലുള്ള ബോട്ടിലെ ഹാൻഡ് വാഷ് കൈകളിലാക്കി. ശേഷം റിങ് അഴിക്കാനായി തുടങ്ങി. അടുത്ത ആരുടെയോ സാമീപ്യം അറിഞ്ഞതും അവൾ തല ചെരിച്ചു നോക്കി. ചേച്ചി, ഇവിടെ അടുത്ത് നല്ല ഹോട്ടലുണ്ട്, ഒരു റൂം എടുക്കാൻ? ഒരു പയ്യൻ അർത്ഥം വെച്ചുകൊണ്ട് ചോദിച്ചു. അറിയില്ല, പാർവതി ഗൗരവത്തിൽ പറഞ്ഞു. സിനിമ തിയേറ്ററോ? അറിയില്ല. കുറച്ച് പ്രൈവസി കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലം? തന്നോട് അറിയില്ല എന്ന് പറഞ്ഞ പോയി വേറെ വല്ലോടും ചോദിക്കേ. അതിന് ചേച്ചി എന്തിനങ്ങനെ ചൂടാവണേ? മര്യാദയ്ക്ക് പറഞ്ഞ പോരെ? എനിക്ക് കുറച്ച് മര്യാദ കുറവാ. നീ നിന്റെ കാര്യം പോയി നോക്കടാ. ഈ ചേച്ചിയുടെ ഒരു കാര്യം അല്ലെങ്കിൽ തന്നെ കാണാൻ എന്ത് രസാ. അതിൻ്റെ കൂടെ ഇങ്ങനെ ദേഷ്യപ്പെട്ട മുഖമൊക്കെ ചുവന്ന് പിന്നെ പറയുകയും വേണ്ട. എടാ നിന്നെ! പാർവതി ദേഷ്യത്തിൽ അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. ഡി, നീ എന്നെ തല്ലിയല്ലേ? മുഖത്തെ സോപ്പ് തുടച്ചു കളഞ്ഞുകൊണ്ട് അവൻ ചീറി. അനാവശ്യം പറഞ്ഞ് ഇനിയും തല്ലും. നിനക്ക് ഈ പാർവതി ശരിക്കും അറിയില്ല. അവൾ അവന് നേരെ കൈ ചൂണ്ടി പറഞ്ഞു. നീ അഗതികന്നെ കളിക്കല്ലേ? നീ പെണ്ണാ, വെറും പെണ്ണ്. പെണ്ണാണെങ്കിൽ എന്താ? നിനക്കൊക്കെ എന്തും പറയാനും ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടെന്നാണോ? നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ട് ഓടുന്ന പെണ്ണല്ല ഈ പാർവതി. ഒന്ന് ഇങ്ങോട്ട് തന്ന 10 തിരികെ തരാൻ എനിക്കറിയാം. ഡി! അവൻ പാർവതി അടിക്കാൻ ഓങ്ങിയെങ്കിലും അവൾ കൈ തടഞ്ഞ് അവനെ പിന്നിലേക്ക് തള്ളിയതും അവൻ ഒന്ന് ആഞ്ഞുപോയി. എടാ, ആരോ വന്നു, ഇനി ഇവിടെ നിൽക്കണ്ട, വാ പോവാം. കൂടെയുള്ള പയ്യൻ
ഡോർ സൈഡിലേക്ക് നോക്കി പറഞ്ഞ് അവൻ്റെ കൈകളും പിടിച്ചു വലിച്ച് പുറത്തേക്ക് നടന്നു. അവൻ പോകുന്നതുകൊണ്ട് പാർവതി സംശയത്തോടെ തിരിഞ്ഞു നോക്കിയതും ഡോറിൽ കൈ കെട്ടി ചാരി നിൽക്കുന്ന ധ്രുവിയാണ് കണ്ടത്. പുഞ്ചിരിയോടെ നിൽക്കുന്ന ധ്രുവിയുടെ മുഖം പാർവതിയുടെ ദേഷ്യം ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു. അവൾ അവനെ നോക്കി പൂച്ഛിച്ചുകൊണ്ട് മിററിൻ്റെ സൈഡിലേക്ക് തന്നെ തിരിഞ്ഞ് കയ്യിലെ റിങ് അഴിക്കാൻ തുടങ്ങി. ധ്രുവി അവളുടെ അടുത്തേക്ക് നടന്നു വന്ന് പാർവതി നിൽക്കുന്നതിൻ്റെ സൈഡിലായി ചുമരി ചാരി അവളെ തന്നെ നോക്കി നിന്നു. ഇതാണ് പെണ്ണ്. നോ പറയേണ്ടടുത്ത് അത് പറയണം, വേണമെങ്കിൽ ഒന്ന് കൊടുക്കുകയും വേണം. എന്തായിരുന്നു പെർഫോമൻസ്, കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരാൻ തോന്നും. ധ്രുവി അത് പറഞ്ഞതും പാർവതി തല ഉയർത്തി അവനെ നോക്കി. അപ്പം എല്ലാം കണ്ടിട്ട് ഒന്നും ഇടപെടാതെ മിണ്ടാതെ അവിടെ രസിച്ച് നിൽക്കുമായിരുന്നല്ലേ? അവൾ പുച്ഛത്തോടെ ചോദിച്ചു. ഞാനെന്തിനു ദേഷ്യപ്പെടണം? നിന്റെ വാശിയും തൻ്റെ ഇടം എത്രത്തോളം ഉണ്ടെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം. അത് മനസ്സിലാക്കിയിട്ടുള്ള ആളല്ലേ ഞാൻ. ധ്രുവി വലത് സൈഡിലെ ഷർട്ടിൻ്റെ സ്ലീവ് അല്പം ഉയർത്തി. ചെറുപ്പത്തിൽ ചെറിയൊരു വാക്ക് തർക്കത്തിൻ്റെ പേരിൽ പാർവതി കല്ലുകൊണ്ട് കുത്തിയ കയ്യിലെ പാട് കാണിച്ച് ധ്രുവി പറഞ്ഞു. അത് കണ്ട് പാർവതിയുടെ മുഖത്തൊരു അത്ഭുതം നിറഞ്ഞെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല. അവൾ കയ്യിലേക്ക് കുറച്ചുകൂടെ ഹാൻഡ് വാഷാക്കി കൈ കഴുകാൻ തുടങ്ങി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പാർവതി, ഇതങ്ങനെയൊന്നും അഴിക്കാൻ പറ്റില്ല എന്ന്. നീ എത്രക്ക് ശ്രമിച്ചാലും അതിന് കഴിയില്ല. ധ്രുവി അവളുടെ പിന്നിലായി വന്നു നിന്ന് അവളുടെ ഇരു കൈകളും അവൻ്റെ കൈകൾക്കുള്ളിലാക്കി ശേഷം പൈപ്പ് തുറന്ന് അവളുടെ കൈ കഴുകാൻ തുടങ്ങി. ധ്രുവിയുടെ ശ്വാസം അവളുടെ തോളിൽ തട്ടുന്നുണ്ടായിരുന്നു. പാർവതി പെട്ടെന്ന് അസ്വസ്ഥതയോടെ അവനെ പിന്നിലേക്ക് തള്ളി. പെട്ടെന്നായതിനാൽ ധ്രുവി ഒന്ന് വേച്ചുപോയി, എങ്കിലും ബാലൻസ് ചെയ്തു നിന്നു. തനിക്ക് എന്താണ് വേണ്ടത്? കുറേ നേരമായി എന്നെ ഇങ്ങനെ പിന്നാലെ നടന്ന് ടോർച്ചർ ചെയ്യുന്നു. അവൾ ദേഷ്യത്തിൽ അലറി. എനിക്ക് വേണ്ടത് നിന്നെയാ, പാലക്കൽ തറവാട്ടിലെ ഈ പാർവതി തമ്പുരാട്ടിയെ. വാട്ട് ദ ഹെൽ ആർ യു ടോക്കിംഗ് ധ്രുവി? എന്തൊക്കെ പറയണേ? നിനക്ക് വല്ല ബോധമുണ്ടോ? ഞാൻ നല്ല സുബോധത്തിൽ തന്നെയാണ് പറയണേ. എനിക്ക് വേണ്ടത് നിന്നെയാ പാർവതി. എനിക്ക് നിന്നെ എന്തിഷ്ടമാണെന്നോ? കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സിൽ കയറിയ മുഖമാണ് നിൻ്റെത്. പക്ഷെ കുറച്ചുകൂടെ വലുതായപ്പോൾ നീ ദേവയുടെ പെണ്ണാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ എല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ കുഴിച്ചു മൂടിയതാ. എങ്കിലും നിന്നെ കാണുമ്പോൾ ഞാൻ പോലും അറിയാതെ നിന്നോടുള്ള എൻ്റെ സ്നേഹം പുറത്തു വന്നു. അതില്ലാതാക്കാനാണ് നിന്നെ കാണുമ്പോൾ ഞാൻ ദേഷ്യപ്പെടാൻ തുടങ്ങിയത്, പിന്നെ എൻ്റെ ശത്രുവാക്കിയത്. ദേവയുടെ പെണ്ണെന്ന് പറഞ്ഞത് കൊണ്ടാ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലായിരുന്നു. അത്രയ്ക്ക് ജീവനായിരുന്നടി നിന്നെ. ധ്രുവി പാർവതിയുടെ കയ്യെ പിടിച്ച് പറഞ്ഞു. നിനക്ക് പ്രാന്താ ധ്രുവി? ബോധമില്ല അത് ഓരോന്ന് വിളിച്ചു പറയുന്നു. നിനക്കെന്താ പറ്റിയേ? എന്താ ഇങ്ങനെയൊക്കെ ഓരോന്ന് ഭ്രാന്ത് പറയണേ? ധ്രുവിയുടെ പിടി പിടിക്കാൻ അവൾ ശ്രമിച്ചുവെങ്കിലും അതിനവൻക്ക് കഴിഞ്ഞില്ല. അതെടി, എനിക്ക് ഭ്രാന്താ. നീ എന്ന ഭ്രാന്ത്, പാർവതി എന്ന ഭ്രാന്ത്, അത് ഓരോ നിമിഷം എന്നെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. ഒരു പക്ഷേ ദേവൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നില്ല എങ്കിൽ ഞാൻ സ്വയം ഉരുകി തീർന്നേനെ. ദേവൻ്റെ കല്യാണം കഴിഞ്ഞതിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് തന്നെ ഞാനായിരിക്കും. അത്രയ്ക്കും പ്രാന്ത എനിക്ക് നീ പെണ്ണേ. അത് പറയുമ്പോൾ ധ്രുവിയുടെ കൈകൾ ഒന്നുകൂടെ അവളുടെ കൈകളിൽ മുറുകിയിരുന്നു. പക്ഷേ ഈ പാർവതിയുടെ പ്രാന്ത് അന്നും ഇന്നും ദേവദത്ത മാത്രമാണ്. അവളത് പറഞ്ഞതും ധ്രുവിയുടെ കൈകൾ പതിയെ അഴഞ്ഞു. നീ എന്താ ഈ പറയുന്നേ? ദേവൻ അവൻ്റെ കല്യാണം കഴിഞ്ഞതാ. അവനിന്നൊരു ഭാര്യയുണ്ട്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ആരൊക്കെ വന്നാലും എന്തൊക്കെ പറഞ്ഞാലും ദേവൻ എൻ്റെയാ, എൻ്റെ മാത്രം. നീ വെറുതെ വട്ടു പറയാതെ പാർവതി. ദേവന് വർണ്ണാന്ന് പറഞ്ഞ ജീവനാ. നീ കാണുന്നതല്ല അവരുടെ സ്നേഹം. അവനൊരു കുഞ്ഞിനെ പോലെ അവളെ കൊണ്ട് നടക്കണേ. വർണ്ണയെ ചുറ്റിപ്പറ്റിയാണ് ദേവൻ്റെ ജീവനും ജീവിതവും എല്ലാം. വർണ്ണയ്ക്ക് ആ സ്ഥാനം നിനക്ക് ഒരിക്കലും കിട്ടില്ല പാർവതി. ഇല്ല, എൻ്റെ ദേവേട്ടൻ. ദേവേട്ടനെ കിട്ടാൻ ഞാൻ അവളെ ഇല്ലാതാക്കാനും മടിക്കില്ല. ഈ ജന്മം പാർവതിക്ക് അവകാശപ്പെട്ടത് മാത്രമാണ് ഈ ദേവദത്തൻ. പാർവതി അത് പറഞ്ഞതും ധ്രുവിയുടെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു. ഡേഷും മോളെ, ഇനി ഈ വക വർത്താനം പറഞ്ഞാൽ നിന്റെ നാക്ക് ഞാൻ അരിയും. വർണ്ണയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ദേവൻ ജീവനോടെ ഇരിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? അതിന് കാരണക്കാരിയായി നിന്നെ സ്വീകരിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ?
അവൻ ദേഷ്യത്തിൽ പാർവതിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ചുവരിലേക്ക് ചേർത്തു. അവൻ്റെ പിടി മുറുകിയതും പാർവതിക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെയായി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. നീ എന്താ കുറച്ചു മുമ്പ് പറഞ്ഞേ ദേവൻ നിൻ്റെയാണെന്നോ? അത് പറയാൻ നിനക്ക് എന്താ അവകാശമായിട്ടുള്ളത്? കൂടെ നിന്ന് എല്ലാവരും ചതിച്ചില്ലേ പാവത്തിനെ? ഇഷ്ടപ്പെട്ടു വാങ്ങിയ ജോലിയും വീടും വീട്ടുകാരും ഒക്കെ ഉപേക്ഷിച്ച് അവന് ദൂരെ നാട്ടിൽ പോവേണ്ടി വന്നില്ലേ? നിങ്ങളൊക്കെ കൂടി അവൻ്റെ മനസ്സിനുണ്ടാക്കിയ മുറിവ് ഉണക്കാൻ അവൻ കൂട്ടുപിടിച്ച മദ്യത്തിലായിരുന്നു. മദ്യപിച്ച് സ്വയം ഇല്ലാതാവുമായിരുന്നു അവൻ. ഒരാളെ കൊണ്ടുപോലും ദോഷം പറയിപ്പിക്കാത്ത പാലക്കയ തറവാട്ടിലെ ദേവദത്തൻ അവിടെ ആ നാട്ടിൽ ഗുണ്ടായിരുന്നു. ദത്തൻ എന്ന് കേട്ടാൽ തന്നെ ആ നാട് വിറച്ചിരുന്നു. പേടിയോടെ അല്ലാതെ അവൻ ഒരാളെ നോക്കിയിരുന്നില്ല. അങ്ങനെ താളം തെറ്റിക്കടന്ന അവൻ്റെ ജീവിതം ഇന്ന് കാണുന്ന രീതിയിലായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവളാ വർണ്ണ. ജീവിച്ചിരിക്കുന്ന കാലം നിനക്കല്ല ആർക്കും അവളുടെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല. ദേശം മോളെ. അവളുടെ കഴുത്തിലെ പിടിവിട്ട് ധ്രുവി പിന്നിലേക്ക് മാറി. പാർവതി ശ്വാസം കിട്ടാതെ നിലത്തേക്ക് ഊർന്നിരുന്നു. അപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ധ്രുവി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. ഡോറിനരികിലെത്തിയതും അവൻ പാർവതി ഒന്ന് തിരിഞ്ഞു നോക്കി. താഴെ ഇരുന്ന് കരയുന്ന അവളെ കണ്ടതും ധ്രുവി കാറ്റുപോലെ അവളുടെ അരികിലേക്ക് എത്തി. താഴെ നിന്ന് അവളെ എടുത്തുയർത്തി ചുമരിലേക്ക് ചാരി നിർത്തി. ശേഷം അവളെ ഇറുക്കെ പുണർന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ പാർവതി സ്തംഭിച്ചു നിന്നു. എന്നെങ്ങനെ ഇല്ലാതാക്കല്ലേ മോളെ. നിന്റെ കണ്ണീര് എനിക്ക് കാണാൻ വയ്യ. പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ തല്ലിപ്പോയതാ. നീ എന്നോട് ക്ഷമിക്ക്. ഒരു നൂഴില വ്യത്യാസമില്ലാതെ ധ്രുവി അവളിലേക്ക് ചേർന്ന് നിന്നു. പഴയതെല്ലാം മറന്നേക്ക്. ഇനി നിനക്ക് വേണ്ടത് പുതിയൊരു ജീവിതമാണ്. അതിന് നീ തന്നെ സ്വയം വിചാരിക്കണം. നിന്നെക്കൊണ്ട് അതിന് കഴിയും. എന്നും കൂടെ ഞാനുണ്ടാവാടാ. എനിക്ക് നിൻ്റെ സ്നേഹം മാത്രം മതി, വേറൊന്നും വേണ്ട. അതിനുവേണ്ടി എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം. അവളുടെ മുഖം കയ്യിലെടുത്ത് നെറ്റിയിൽ ഉമ്മ വെച്ച് ധ്രുവി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ധ്രുവിയുടെ നിറഞ്ഞ കണ്ണുകളും അവൻ്റെ വാക്കുകളും പാർവതിയുടെ മനസ്സിനെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. അവൾ കൈകൾ രണ്ടും വാഷ് ബേസിനിലെ ഇരു സൈഡിലേക്കും കുത്തി നിന്ന കണ്ണാടിയിലേക്ക് നോക്കി. തൻ്റെ കരഞ്ഞു വീർത്ത കണ്ണുകളും അലങ്കോലമായ മുടിയും കണ്ട് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. കണ്ണടയ്ക്കുമ്പോൾ ധ്രുവിയുടെ മുഖം മനസ്സിൽ വന്നെങ്കിലും പെട്ടെന്ന് അതിലും ശക്തിയിൽ ദത്തൻ്റെ മുഖം മനസ്സിലേക്ക് വന്നു. അവൾ വേഗം പൈപ്പ് തുറന്ന് മുഖം കഴുകി മുടിയൊക്കെ ഒതുക്കി പുറത്തേക്ക് വന്നു. അവൾ പുറത്തേക്ക് വരുമ്പോൾ കണ്ടത് ദത്തൻ്റെ ഇരു കൈകളും പിടിച്ചു നിൽക്കുന്ന ഭദ്രയും ശീലുവിനെയും അത് കണ്ട് കുറച്ചപ്പുറത്തായി മുഖം വീർപ്പിച്ച അസൂയോടെ നിൽക്കുന്ന വർണ്ണയുമാണ്. ദേവന് വർണ്ണ എന്ന് പറഞ്ഞ ജീവനാണ്. നീ കാണുന്നല്ല അവരുടെ സ്നേഹം. അവനൊരു കുഞ്ഞിനെ പോലെ അവളെ കൊണ്ടു നടക്കണേ. വർണ്ണയെ ചുറ്റിപ്പറ്റിയാണ് ദേവൻ്റെ ജീവനും ജീവിതം എല്ലാം. വർണ്ണയ്ക്ക് ആ സ്ഥാനം നിനക്കൊരിക്കലും കിട്ടിയില്ല പാർവതി. ധ്രുവിയുടെ വാക്കുകൾ അവളുടെ കാതിൽ അലയടിച്ചു. അവൾ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു. ശേഷം അവരുടെ അരികിലേക്ക് നടന്നു. പാർവതിയെ കണ്ടതും വർണ്ണ ഓടി വന്ന് അവളുടെ കൈ പിടിച്ചു. ചേച്ചി, റിങ് അഴിക്കാൻ പറ്റിയോ? അയ്യോ, പറ്റിയില്ല അല്ലേ? സാരമില്ല, നമുക്ക് വീട്ടിൽ പോയിട്ട് ഒന്നുകൂടെ നോക്കാം. പിന്നെ ഈ റിങ് ചേച്ചിയുടെ മോതിരവിരലിൽ കിടക്കുന്ന കാണാനാ ഭംഗി. അവൾ പറയുന്ന കേട്ട് പാർവതി അവളെ കണ്ണെടുക്കാതെ നോക്കി. ചേച്ചി, ഒന്നിങ്ങ് വന്നേ. ഇതാവണി നോക്ക്. ദത്തൻ സെലക്ട് ചെയ്തതാ. സാരിയൊക്കെ ഭംഗിയുണ്ടല്ലേ? ചേച്ചി ഇതെടുക്ക്. അപ്പം ഞാനും ചേച്ചിയും ശീലവും ഭദ്രയും തച്ചുവേട്ടത്തെയും സെയിം ടു സെയിം ആവും. വേണ്ട, നിങ്ങളതെടുത്തോ. എനിക്ക് സാരി മതി. ചേച്ചി എപ്പോഴും ഓഫീസിലേക്ക് പോകുമ്പോൾ സാരിയല്ലേ? അപ്പം ചേഞ്ചിന് ധാവണി എടുക്കുക. പ്ലീസ് പ്ലീസ് പ്ലീസ്. വർണ്ണ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ എടുക്കട്ടെ. ദത്തൻ ദേഷ്യത്തിൽ അവളുടെ കൈ പിടിച്ച് ബില്ലിംഗ് സെഷനിലേക്ക് നടന്നു. ചേച്ചി ഡ്രസ്സ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് അവിടേക്ക് വാട്ടാ, ഞങ്ങൾ അവിടെ കാണും. ഭദ്രയും ശീലം അവർക്ക് പിന്നാലെ പോയി. ദത്തൻ്റെ കൈ പിടിച്ചു പോകുന്ന വർണ്ണ പാർവതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പാർവതി അന്വേഷിച്ച് വാഷ്റൂമിൽ പോയപ്പോൾ അവിടെ കണ്ട കാഴ്ച വർണ്ണയുടെ മനസ്സിൽ തെളിഞ്ഞു. ഒരു കണക്കിനാണ് ചേച്ചി പാവമാണ്. ചേച്ചിയും ഒരു കണക്കിന് ചതിയിൽ പെട്ടതാണല്ലോ.
അച്ഛൻ്റെ വാക്ക് കണ്ണടച്ച് വിശ്വസിച്ച കാരനാണ് ചേച്ചിക്ക് ആ അവസ്ഥ വന്നത്. പക്ഷെ ചേച്ചിയുടെ മനസ്സിലെ മുറിവ് ഉണക്കാൻ ധ്രുവേട്ടന് കഴിയും. വർണ്ണ പുഞ്ചിരിയോടെ ദത്തൻ്റെ ഒപ്പം നടന്നു. മാഡം, സാരി പാക്ക് ചെയ്യട്ടെ? സെയിൽസ് ഗേൾ പാർവതിയോട് ചോദിച്ചു. വേണ്ട, ധാവണി മതി. അത് പറഞ്ഞ് അവൾ ബില്ലിംഗ് സെഷനിലേക്ക് നടന്നു. അവളുടെ മനസ്സിൽ ഒരു ഭാഗത്ത് വർണ്ണയും മറുഭാഗത്ത് ദത്തനുമായിരുന്നു. എന്നാൽ അപ്പോഴും ദത്തൻ്റെ മുഖം മാത്രം, അവനോടുള്ള സ്നേഹം മാത്രം മനസ്സിൽ ഒന്നുകൂടെ തെളിഞ്ഞു നിന്നിരുന്നു. പാർവതി ബില്ലിംഗ് സെഷനിലേക്ക് വരുമ്പോൾ ദത്തനോട് എന്തോ സംസാരിച്ച് ധ്രുവി നിൽക്കുന്നുണ്ടായിരുന്നു. ഡ്രസ്സ് സെലക്ട് ചെയ്തു ചേച്ചി? പാർവതിയെ നോക്കി ചോദിച്ച് ഭദ്ര അവളുടെ പിന്നിൽ വന്ന സെയിൽസ് ഗേളിൻ്റെ കയ്യിലെ കവർ വാങ്ങി. ധാവണിയാണ് എടുത്തത് ചേച്ചി. വർണ്ണ പറഞ്ഞു ചേച്ചി ഇതെടുക്കൂന്ന്. ഭദ്ര സന്തോഷത്തിൽ പറഞ്ഞു. സ്കൈ ബ്ലൂവോ? ഇതാണ് ഇത്ര നേരം തിരഞ്ഞിട്ട് കിട്ടിയേ. ഡ്രസ്സിൻ്റെ കളർ കണ്ട് ധ്രുവി പറഞ്ഞു. ഇതിനെന്താ കുഴപ്പം? ഞാൻ ഈ കളർ സെലക്ട് ചെയ്ത്, ചേച്ചിക്ക് നന്നായിട്ട് ചേരും. വർണ്ണയ്ക്ക് അഭിമാനത്തിൽ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇറങ്ങാടാ, നീ വരുന്നുണ്ടാ? ദത്തൻ ചോദിച്ചു. ഇല്ല, ഞാൻ ഷർട്ട് എടുത്തില്ല. അപ്പോഴേക്ക് എനിക്കൊരു കോൾ വന്നു. നിങ്ങൾ പൊക്കോ, ഞാൻ പിന്നെ വരാം. എന്നാൽ ശരിടാ, നാളെ കാണാം. അത് പറഞ്ഞ ദത്തനും മറ്റുള്ളവരും പുറത്തേക്ക് ഇറങ്ങി. തിരിച്ചുള്ള യാത്രയിൽ പാർവതി ഒന്നും മിണ്ടാതെ കണ്ണടച്ചിരിക്കുകയായിരുന്നു. അവളെ ശല്യം ചെയ്യണ്ട എന്ന് കരുതി ആരും ഒന്നും മിണ്ടിയതുമില്ല. പോകുന്ന വഴി ഫുഡും കഴിച്ച് സിനിമയും കണ്ടിട്ടാണ് തിരികെ പോയത്. ആ സമയങ്ങളിൽ മുഴുവൻ പാർവതി മറ്റൊരു ലോകത്തായിരുന്നു. വീട്ടിലെത്തുമ്പോൾ 4 മണി കഴിഞ്ഞിരുന്നു. പാർവതി വന്നതും മുറിക്കുള്ളിൽ കയറി ഡോർ ലോക്ക് ചെയ്തു. വർണ്ണയും ഭദ്രയും ശീലവും വന്നതും ഡ്രസ്സ് പോലും മാറ്റാതെ ബെഡിലേക്ക് വീണു. വൈകുന്നേരം മുത്തശ്ശിയും പാപ്പയും ചന്ദ്രശേഖരനും ലക്ഷ്യയുടെ വീട് വരെ പോയിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ച് ദത്തൻ ഹാളിലെ സെറ്റിയിലിരുന്ന് ഫയലുകൾ നോക്കുമായിരുന്നു. കിടക്കാറായില്ലേ ദേവാ? ലൈറ്റ് ഓഫ് ചെയ്യാമെന്ന് ചെറിയമ്മ ചോദിച്ചു. ഇല്ല, കുറച്ച് വർക്കുണ്ട്. ചെറിയമ്മ കിടന്നോളൂ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തോളാം. വർണ്ണ എവിടെ? അവൾ ഭദ്രയുടെ ശീലുവിൻ്റെയും കൂടി ഉണ്ടാവും. ചെറിയമ്മ പാർവതിയെ കണ്ടാ? ഇല്ല, പാറുമോള് ഉച്ചയ്ക്ക് വന്ന് റൂമിൽ കയറി വാതിലടച്ചതാ. ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ പോലും വേണ്ടെന്ന് പറഞ്ഞു. ശരി, ചെറിയമ്മ പോയി കിടന്നോളൂ, നാളെ നേരത്തെ പോകണ്ടേ അല്ലേ? ശരി. ചെറിയമ്മ റൂമിലേക്ക് പോയതും ദത്തൻ ഫോൺ എടുത്ത് പാർവതിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഇന്നലത്തെ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഫയൽസ് ഒന്ന് കൊണ്ടുവരുന്നതായിരുന്നു പാർവതി. ഇപ്പം കൊണ്ടുവരാൻ ദേവേട്ടാ. ആ ഫയൽ ഓഫീസ് റൂമിലാണ്. ഒരു 15 മിനിറ്റ്, ഞാൻ ഫോൺ കട്ട് ചെയ്യട്ടേട്ടാ. ദത്തൻ വീണ്ടും ഫയലിലേക്ക് നോക്കിയതും വർണ്ണ ശീലുവിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. കഴിഞ്ഞില്ലേ ദത്ത? ബാക്കി നാളെ ചെയ്യാം. വർണ്ണ അവൻ്റെ അടുത്ത് വന്നിരുന്നു. ഇല്ലടാ, ഇത് നാളെ അർജൻറ്റായിട്ട് ഓഫീസിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. എന്തേ, എൻ്റെ കുട്ടിക്ക് ഉറക്കം വന്നാ? ദത്തൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഉറക്കമൊന്നും വരുന്നില്ല, എനിക്ക് ബോറടിക്കുക. അപ്പോൾ ഭദ്രയും ശീലയും എവിടെ? അവരുറങ്ങിയാ? ഇല്ല, അവർക്ക് മറ്റന്നാ ക്ലാസ് ടെസ്റ്റ് ഉണ്ട് അത്രേ. അതുകൊണ്ട് പഠിക്കുക അവർ. നാളെ കല്യാണത്തിൻ്റെ ക്ഷീണമായിരിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാം പഠിക്കണത്രേ. എന്നാൽ എൻ്റെ കുട്ടിക്കും ബുക്ക് എടുത്ത് കുറച്ച് പഠിക്കായിരുന്നില്ലേ? അടുത്ത മാസം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. കഴിഞ്ഞ സെമ്മിൻ്റെ റിസൾട്ടും വരാറായല്ലോ. അവർ പഠിക്കുന്ന കാര്യം പറഞ്ഞ് ബോറടിപ്പിച്ചുകൊണ്ട് എവിടേക്ക് വന്നേ? ഇവിടെ വന്നപ്പോൾ അത് തന്നെ. നിങ്ങളേട്ടനും അനിയത്തിമാർക്കും ഇതേ ഒരു വിചാരമുള്ളോ? പിന്നെ പഠിക്കണ്ടേ? നല്ല മാർക്ക് വേണ്ടേ? പിന്നെ ഇത്രയും കാലം പഠിച്ചിട്ടല്ലേ ഞാൻ ഇതുവരെ എത്തിയേ. എക്സാമിൻ്റെ തലേ ദിവസം പഠിച്ചാലേ എനിക്കെല്ലാം ഓർമ്മ നിൽക്കുന്നതാ. എനിക്ക് അത്ര മാർക്കൊക്കെ മതി. അത് പറ്റില്ല കുഞ്ഞെ. എൻ്റെ കുട്ടിക്ക് ഡിഗ്രിക്ക് എത്ര സപ്ലൈ ഉണ്ടായിരുന്നു? 3. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. PGക്ക് എത്ര എണ്ണം കിട്ടാൻ സാധ്യതയുണ്ട്? അത് റിസൾട്ട് വന്നാലേ പറയാൻ പറ്റുള്ളൂ. ഞാനൊരു കാര്യം പറയാം, അതെൻ്റെ കുഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം. വർണ്ണയുടെ തോളിൽ കൈയിട്ട് തന്നിലേക്ക് ചേർത്തിരുത്തിക്കൊണ്ട് ദത്തൻ പറഞ്ഞു. ഇത്രയും കാലം നീ എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് അറിയണ്ട. പക്ഷെ ഇപ്പോൾ ഇനിയുള്ള കാലം മുഴുവൻ എൻ്റെ കുട്ടി എല്ലാത്തിനും ഒന്നാമതായിരിക്കണം. എന്ന് വെച്ച് ഒറ്റയടിക്ക് നിന്നോട് റാങ്ക് വാങ്ങാനൊന്നും ഞാൻ പറയണില്ല. ഒന്നാമതെത്താൻ നിൻ്റെ പരമാവധി ശ്രമിക്കണം. ഈ തറവാട്ടിലെ ആളുകളുടെ കാര്യം എൻ്റെ കുട്ടിക്ക് അറിയാലോ. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ഒരുപാട് പേരുണ്ട്. അവർക്ക് അതിന് നമ്മളായിട്ടൊരു ചാൻസ് കൊടുക്കരുത്.
ഒന്നിൻ്റെ പേരിൽ ആരും വെറുതെ പോലും എൻ്റെ കുട്ടീനെ കളിയാക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ കുട്ടി ഇനി മുതൽ നന്നായി പഠിക്കും എന്ന് ദത്തനൊരു വാക്കുതാ. അവൻ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നെ കൊണ്ട് അതിന് പറ്റുമോ ദത്ത? എനിക്ക് അത്രയും ബുദ്ധിയൊന്നുമില്ല. എൻ്റെ കുഞ്ഞിനെ കണ്ട് അത് പറ്റും. ഞാനില്ലേ കൂടെ, പാസ്സായാൽ മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. അപ്പോൾ ഫസ്റ്റ് വാങ്ങണ്ടേ? അതൊക്കെ പിന്നെ ഇപ്പം നമ്മുടെ ലക്ഷ്യം പാസ്സാവണമെന്നാണ്. അത് കഴിഞ്ഞ് പതിയെ പതിയെ ഫസ്റ്റ് വാങ്ങാം. എന്നാൽ എനിക്ക് വാക്കുതാ, ഇനി മുതൽ പഠിക്കാമെന്നോ? നാളെ മുതൽ ഞാൻ പഠിക്കാൻ ശ്രമിക്കാം ദത്ത. അവൾ വേണോ വേണ്ടയോ എന്ന രീതിയിൽ പറഞ്ഞു. ശ്രമിക്കാമെന്നല്ല, ശ്രമിക്കുമെന്ന് പറയണം. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ശ്രേയോട് പറയാം. അവൻ നന്നായി ക്ലാസ് എടുത്ത് തരും. ഭദ്രയ്ക്കും ശീലവനും മെയിൻ എക്സാം ടൈമിൽ അവനാ പോർഷൻസ് എടുത്ത് കൊടുക്കാറില്ലേ. അയ്യോ അത് വേണ്ട, എനിക്ക് പേടിയാ. ചിലപ്പോൾ ഞാൻ പഠിക്കാം, ഞാൻ എന്നെ തല്ലിയാലോ എന്ന ദർശനോട് പറയാം. വേണ്ട, എന്നെ നീ പഠിപ്പിച്ചാൽ മതി. നിൻ്റെ ഒഴിവ് സമയം നോക്കി പഠിപ്പിച്ചാൽ മതി. നീ പറഞ്ഞു തരുമ്പോൾ എനിക്ക് വേഗം മനസ്സിലാവും. അത് വേണോ? അത് മതി. അവസാനം വാക്ക് മാറ്റി പറയാതിരുന്നാൽ മതി. ദത്തൻ ചിരിയോടെ പറഞ്ഞു. ഫയൽ നോക്കാൻ തുടങ്ങി. കാരണം ദത്തൻ്റെ ഫോൺ എടുത്ത് അവൻ്റെ മടിയിലേക്കായി കിടന്നു. ലോക്ക് തുറന്ന് അവൾ ഓരോന്ന് നോക്കാൻ തുടങ്ങി. ദത്ത. അവൻ കാല് മുന്നിലുള്ള ടേബിൾ സ്റ്റാൻഡ് കയറ്റി വെച്ചിരുന്നു. ശേഷം വർണ്ണയുടെ തല ശരിക്കും മടിയിലേക്ക് വെച്ച് സെറ്റിയിലേക്ക് ചാരിയിരുന്നു. നമ്മുടെ മനുവേട്ടന് ഇപ്പോൾ സെലിബ്രിറ്റി ആയല്ലേ. ഇൻസ്റ്റാ വീഡിയോസിന് നല്ല ലൈക്കും ഫോളോസൊക്കെ ഉണ്ട്. എൻ്റെ ഒരു വീഡിയോ മനുവേൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അല്ലേ. എന്നെക്കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ എന്താ സംഭവം അല്ലേ, അല്ലേ ദത്ത? അവനൊന്ന് മോള്, നമുക്ക് മനുവേട്ടനെ വെച്ചൊരു സീരിയൽ ചെയ്താലോ? മനുവേട്ടൻ നായകൻ, അനുനായിക, ഞാനും വേണിയും ഡയറക്ടർ, നീ പ്രൊഡ്യൂസർ. നല്ല ബെസ്റ്റ് ഡയറക്ടർ ആയിരിക്കും രണ്ടുപേരും. അല്ല, എന്ത് കഥയാണ് വെച്ച് ചെയ്യണേ? ദത്തൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അത് എളുപ്പമല്ലേ, ഏതെങ്കിലും ഒരു ഹിന്ദി സീരിയൽ നല്ല മലയാളത്തിലാക്കിയ പോരെ. ഈ ഹിന്ദിക്കാരെ സീരിയൽ തമിഴിലേക്ക് ആക്കും, ആ തമിഴ് നമ്മൾ മലയാളത്തിലേക്ക് ആക്കും. ഈ ഒട്ടുമിക്ക സീരിയൽ അങ്ങനെയാന്നേ. ആദ്യം എൻ്റെ കുട്ടി പഠിച്ച് പാസ്സാവാൻ നോക്ക്, എന്നിട്ട് നമുക്ക് സീരിയലും സിനിമയൊക്കെ ചെയ്യാട്ടാ. എൻ്റെ PG കഴിയട്ടെ, എന്നിട്ട് വേണം എൻ്റെ കഴിവുകൾ പുറത്തെടുക്കാൻ. അതിൽ ഭദ്രയുടെയും ശീലുവിൻ്റെ ഒരു പാട്ട്, പാറു ചേച്ചിയുടെ ഡാൻസ് ഒക്കെ വേണം. കാരണം ദത്തൻ്റെ മടിയിൽ കിടന്ന് കാര്യമായി ഓരോന്ന് പറയുന്നുണ്ട്. ദത്തൻ അതെല്ലാം മൂളി കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഫയലുമായി താഴേക്ക് സ്റ്റെയർ ഇറങ്ങി വരുന്ന പാർവതി കാണുന്നത് ദത്തൻ്റെ മടിയിൽ ഫോൺ നോക്കി കിടക്കുന്ന വർണ്ണയാണ്. അവൾ ഇടയ്ക്ക് ഫോൺ നോക്കി ചിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ദത്തനെ തോളി തട്ടി വിളിച്ച് ഫോണിലേക്ക് നോക്കാനും പറയുന്നുണ്ട്. അത് കണ്ട് പാർവതി ദേഷ്യത്തിൽ താഴേക്ക് ഇറങ്ങി വന്നു. കയ്യിലെ ഫയൽ ദേഷ്യത്തിൽ സെറ്റിയിലെ മുകളിലേക്കായി ഇട്ടു. വർണ്ണ, നിനക്കെന്താ ബോധമില്ലേ? ദേവേട്ടന് എത്ര പ്രധാനപ്പെട്ട ഫയലുകളാണ് നോക്കുന്നത്, അതിൻ്റെ ഇടയിൽ എന്തിനെങ്ങനെ ശല്യപ്പെടുത്തണേ? നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? വെറുതെ ഇങ്ങനെ കുട്ടികളി കളിച്ച് നടന്നോളും. ദേവേൻ്റെ ഓഫീസ് വർക്കുകളുടെ സീരിയസ്നെസ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൾ ദേഷ്യത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഞാൻ റൂമിലേക്ക് പോവാ ദത്ത. അവൾ ദത്തൻ്റെ ഫോൺ അവൻ്റെ അരികിൽ വെച്ച് റൂമിലേക്ക് കയറിപ്പോയി. അവൾ പോകുന്നത് കണ്ട് താൻ പറഞ്ഞത് കൂടിപ്പോയോ എന്ന ചിന്ത പാർവതിക്ക് വന്നിരുന്നു. പെട്ടെന്ന് ദത്തൻ്റെ മടിയിൽ അവൾ കിടക്കുന്നത് കണ്ട ദേഷ്യത്തിൽ പറഞ്ഞത് പോയതായിരുന്നു. അവൾ വർണ്ണ പോകുന്നു നോക്കി തിരിഞ്ഞതും തന്നെ ചുട്ടരിക്കാൻ പാകത്തിൽ ദേഷ്യത്തിൽ നിൽക്കുന്ന ദത്തനെയാണ് കണ്ടത്. ദേഷ്യത്തിൽ വിറയ്ക്കുന്ന ദത്തനെ കണ്ട് പാർവതി 2 അടി പുറകിലേക്ക് നീങ്ങി. കഴിഞ്ഞോ നിന്റെ പെർഫോമൻസ്? കഴിഞ്ഞോന്ന്? ആരെ കാണിക്കാനടി ഈ വക വേഷം കെട്ടല്? അവളെ വഴക്ക് പറയാൻ നീയാരാ? നിനക്ക് എന്താ അവകാശമുള്ളേ? അവളെ ശാസിക്കാനും ഗുണദോഷിക്കാനും അവളുടെ ഭർത്താവായ ഞാനുണ്ട് ഇവിടെ. അതിനിടയിൽ നീ വരണ്ട. ദേവേട്ട, നീ അവളോട് പറഞ്ഞതിന് നിന്റെ മൂക്കാടച്ചൊന്ന് തരാനെനിക്ക് അറിയാഞ്ഞിട്ടല്ല, വേണ്ടാന്ന് വെച്ചിട്ട് മാത്രമാണ്. നീ എന്തൊക്കെ പറഞ്ഞിട്ടും ചേച്ചി ചേച്ചിന്ന് പിന്നാലെ വന്നിട്ടല്ലേ ഉള്ളവള്. എന്നെ മനസ്സിലിട്ടാണ് നീ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അതിൻ്റെ പേരിൽ ഒരു കുറ്റവാക്ക് പോലും അവൾ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. നിന്റെ കാല് പോലും പിടിച്ചില്ല അവള്.
എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവളെ വേദനിപ്പിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? അല്ലെങ്കിൽ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചന്ദ്രശേഖരൻ്റെ ചോരയല്ലേ നീയും. ഇത്രയൊക്കെ നന്മ പ്രതീക്ഷിച്ചാൽ മതി. ഇനി മേല നീ എൻ്റെ ഭാര്യ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ വേദനിപ്പിച്ച നിനക്കൊന്നും അറിയാത്ത നീയും ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു ദത്തനുണ്ട് ഇവിടെ. ആ ദത്തനാവും ഞാൻ. അത് നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല എന്ന് വരില്ല, കേട്ടില്ലേ? അതുകൊണ്ട് അവൾക്ക് നേരെ ഇനി നാവ് ഉയർത്തുമ്പോൾ ഒരു നിമിഷം ആലോചിച്ചേക്ക്. ദത്തൻ ദേഷ്യത്തിലുള്ള കയ്യിൽ ഫയൽ താഴേക്ക് എറിഞ്ഞ് സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി. ഇല്ല, എന്നെ കൊണ്ട് കഴിയില്ല ദേവേട്ടാ. നിങ്ങൾ ആർക്കും വിട്ടുകൊടുക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. പക്ഷെ വർണ്ണ, അവൾ പാവാണ്. എനിക്ക് അവളെ ഇഷ്ടമാണ്. അവളെന്നെ ചേച്ചിന്ന് വിളിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. പക്ഷേ എനിക്കൊന്നും അറിയുന്നില്ല. എൻ്റെ മനസ്സ് കൈവിട്ടു പോകുന്ന പോലെ. ആകെ മനസ്സ് മരവിച്ച അവസ്ഥയാണ്. അവൾ സ്വയം പെറുപുറത്തുകൊണ്ട് ഫ്ലോറിലേക്ക് ഇരുന്നു. ഒപ്പം കണ്ണുകളും നിറഞ്ഞൊഴുകി. ദേഷ്യത്തെ റൂമിലേക്ക് കയറി വന്ന ദത്തൻ കാണുന്നത് ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് ഹെഡ്സെറ്റിൽ പാട്ട് കേൾക്കുന്ന കണ്ണടച്ചിരിക്കുന്ന വർണ്ണയാണ്. ദത്തൻ ഡോർ ലോക്ക് ചെയ്ത് വർണ്ണയുടെ മടിയിലായി അവളുടെ വയറിലേക്ക് മുഖം ചേർത്തുകൊണ്ട് കിടന്നു. ആർക്ക് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ ദത്ത? അവൾ ചെവിയിൽ നിന്ന് ഹെഡ്സെറ്റ് ഊരിക്കൊണ്ട് ചോദിച്ചു. അവനൊന്ന് മൂടിക്കൊണ്ട് വർണ്ണയെ ചുറ്റിപ്പിടിച്ച് കിടന്നു. വർണ്ണ അവൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു. സോറി ദത്ത, ഞാൻ വെറുതെ നിന്നെ ശല്യപ്പെടുത്തിയല്ലേ. പാർവതി ചേച്ചി പറഞ്ഞു ശരിയാ, ഞാൻ വെറുതെ കുട്ടിക്കളി കളിച്ച് നിന്നെ വെറുപ്പിക്കുകയല്ലേ. നാളെ മുതൽ ഞാൻ പുതിയ ഒരാളായിരിക്കും. നല്ല മെച്യൂരിറ്റിയോടെ എല്ലാവരോടും പെരുമാറണം. ഞാൻ നിൻ്റെ ആരാ? അവൾ പറയുന്ന കേട്ട് ദത്തൻ അവളുടെ വയറിൽ നിന്ന് മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അതെന്താ അങ്ങനെ ഒരു ചോദ്യം? നീ എൻ്റെ ഭർത്താവല്ലേ? അതിനേക്കാളുപരി നീ എൻ്റെ എല്ലാം അല്ലേ? അപ്പം അതറിഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? നീ എൻ്റെ കുഞ്ഞല്ലേടാ. ഇന്നേ വരെ ഞാൻ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. എനിക്ക് നിന്നെ അങ്ങനെ കാണാനിഷ്ടം. മറ്റുള്ളവരെന്ത് പറഞ്ഞാലും എനിക്ക് അതൊരു പ്രശ്നമല്ല. നീ എനിക്ക് ഒരിക്കലും ശല്യമല്ലടാ. നീ എൻ്റെ അടുത്ത് എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എത്രത്തോളം സന്തോഷം അനുഭവിക്കേണ്ടതെന്ന് നിനക്കറിയോ? ദത്തൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. വാർണ ഒന്നും മിണ്ടാതെ അവളുടെ തോളിലൂടെ ചുറ്റിപ്പിടിച്ച് ദത്തൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കണ്ണടച്ചിരുന്നു. ഐ ലവ് യു ദത്ത, ഐ ലവ് യു സോ മച്ച്. ദത്തൻ അവളെ എടുത്തുയർത്തി ബെഡിലേക്ക് കിടത്തി. ശേഷം അവളുടെ ഇരു സൈഡിലും കൈകൾ കുത്തി നിന്നു. പതിയെ ഒന്ന് കുനിഞ്ഞ് അവളുടെ ചെവിക്ക് താഴെയായി ഉമ്മ വെച്ചു. ഐ ലവ് യു ടു കുഞ്ഞെ, അവൻ വർണ്ണയുടെ കാതിൽ ആർദ്രമായി പറഞ്ഞു. ശേഷം അവളുടെ നെറുകയിലെ സിന്ദൂര രേഖയിൽ മുത്തമിട്ട് മൂക്കിലൂടെ ഉരസിയിറങ്ങി ചുണ്ടിൽ വന്നു നിന്നു. ദത്തൻ്റെ നിശ്വാസം ചുണ്ടി തട്ടിയതും വർണ്ണ പതിയെ കണ്ണുകൾ അടച്ചു കിടന്നു. ദത്തൻ ഒരു കള്ളച്ചിരിയോടെ അല്പം നീങ്ങി അവളുടെ ഇടത് കവിളിലായി ഉമ്മ വെച്ച് പതിയെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു. ഇരു കണ്ണുകൾ അടച്ചാണ് കിടക്കുന്നതെങ്കിലും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ദത്തൻ തൻ്റെ മുഖം കൊണ്ട് അവളുടെ കഴുത്തിലൂടെ ഉരസിയതും വർണ്ണ ഇക്കിളി കൊണ്ട് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. പക്ഷെ ദത്തൻ്റെ മുഖം പതിയെ താഴേക്ക് ചലിച്ചതും അവളുടെ മുഖത്തെ ചിരി പതിയെ മാഞ്ഞു. ഹൃദയമെടുപ്പ് വർദ്ധിക്കാൻ തുടങ്ങി. ദത്തൻ അവളുടെ ഷർട്ടിൻ്റെ ആദ്യത്തെ ബട്ടൺ പതിയെ കടിച്ചെടുത്തു. ശേഷം രണ്ടാമത്തെ ബട്ടൺ അഴിച്ചു. ദത്ത, വേണ്ട പ്ലീസ്. വർണ്ണ അവൻ്റെ തോളിൽ അമർത്തി പിടിച്ചു. പക്ഷെ ദത്തൻ അവളുടെ ഷർട്ട് പതിയെ നീക്കി നെഞ്ചി കിടക്കുന്ന താലിയിൽ അമർത്തി ചുംബിച്ചു. ശേഷം ആ താലി കടിച്ചെടുത്ത് ഒന്ന് ഉയർന്ന് അവളുടെ മുഖത്തിന് നേരെയായി വന്ന് താലി അവളുടെ ചുണ്ടിന് മുകളിലായി വെച്ച് തൻ്റെ ചുണ്ടുകൾ അവളിലേക്ക് ചേർത്തു. പരസ്പരം അകന്നു മാറാതെ രണ്ടുപേരും കണ്ണടച്ച് കുറച്ചു നേരം അങ്ങനെ തന്നെ കിടന്നു. വർണ്ണയുടെ ഉയർന്ന ഹൃദയമെടുപ്പ് താനെ ശാന്തമായി. കുഞ്ഞെ, അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് കിടന്നുറങ്ങാൻ ദത്തൻ വിളിച്ചു. എനിക്ക് എൻ്റെ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയുന്നില്ല അടി. ആദ്യമൊക്കെ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരുമ്പോൾ അതിൽ എൻ്റെ സ്നേഹം പൂർണ്ണമായി നിന്നിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അതിലും കൂടുതൽ വേറെ എന്തൊക്കെയോ രീതിയിൽ എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ തോന്നുക. എനിക്ക് സ്വന്തമാക്കണം നിന്നെ എല്ലാ അർത്ഥത്തിലും. ഈ വർണ്ണയുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ജീവൻ്റെയും
എല്ലാത്തിൻ്റെയും പാതി ഞാനാവണമെന്ന് എന്ന് തോന്നുക. അവൻ അവളെ ഇറുക്കി പുണർന്നു. പക്ഷേ ഇപ്പോഴല്ല, കുറച്ച് ദിവസം കൂടെ അതിന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം എനിക്ക്. ദത്തൻ ഒരു വഷളം ചിരിയോടെ വർണ്ണയുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് പതിയെ അവിടെ കടിച്ചു. വർണ്ണ ഒന്ന് ഉയർന്നു പൊങ്ങി. സമയം ഒരുപാടായി, എൻ്റെ കുട്ടി ഉറങ്ങിക്കോ. ദത്തൻ അവളിൽ നിന്നും അകന്നു മാറി ബെഡിലേക്ക് കിടന്നു. ശേഷം തല താങ്ങി അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു. എന്തായാലും പകുതി അഴിച്ചതല്ലേ, ബാക്കി കൂടി അഴിച്ചാലോ? ദത്തൻ അവളുടെ മൂന്നാമത്തെ ബട്ടനെ പിടിച്ച് കള്ളച്ചിരിയോടെ ചോദിച്ചു. അയ്യോ വേണ്ട ദത്ത. അവൾ ഷർട്ടിൽ മുറുകെ പിടിച്ച് ബെഡിൽ നിന്നും ചാടി എണീറ്റതും ദത്തൻ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് ബെഡിലേക്ക് തന്നെ കിടത്തി. ഞാൻ നിന്നെ പേടിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ, ഇവിടെ ഒതുങ്ങി കിടക്കടി. ദത്തൻ അവളെ ചുറ്റിപ്പിടിച്ച് കിടന്നു. വർണ്ണയും ഒരു പുഞ്ചിരിയോടെ അവൻ്റെ അരികിലേക്ക് ചേർന്ന് കിടന്നു. എപ്പോഴും ഉറങ്ങിപ്പോയി. ദത്ത എണീക്ക്, ദത്ത. വർണ്ണയുടെ വിളി കേട്ടാണ് ദത്തൻ രാവിലെ കണ്ണു തുറന്നത്. നേരം വെളുക്കുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് മുന്നിൽ നിൽക്കുന്ന വർണ്ണയെ കണ്ട് വിശ്വാസം വരാതെ ദത്തൻ കണ്ണുകൾ അമർത്തി തുടച്ചു. എന്താ ദത്ത എങ്ങനെ നോക്കണേ? എണീക്ക്. ഈ വെളുപ്പാങ്കാലത്ത് കുളിച്ചൊരുങ്ങി നീ എവിടേക്കാ? ഞാൻ ഭദ്രയുടെ ശീലുവിൻ്റെ റൂമിലേക്ക് പോവാ. ഇപ്പോൾ ഒരുങ്ങാൻ തുടങ്ങിയാലേ പോവാറാകുമ്പോഴേക്കും കഴിയൂ. ഞങ്ങൾ 3 പേരെ മേക്കപ്പ് കഴിയണ്ടേ? ശരിക്കും ലക്ഷ്യയുടെയാണ് നിങ്ങളുടെയാണോ കല്യാണം? ദത്തൻ കളിയാക്കി ചോദിച്ചു. നീ പോട കള്ളക്കളവാ, നിനക്ക് വയസ്സായിന്ന് വെച്ചിട്ട്? ഞങ്ങൾ ചെറുപ്പം പിള്ളേരാ, ഞങ്ങൾ അണിഞ്ഞൊരുങ്ങിയിട്ട് കല്യാണത്തിനൊക്കെ പോവും. എന്നാ വേഗം പോയി ഒരുങ്ങാൻ നോക്കൂ ചെറുപ്പക്കാരി. നീ വെറുതെ കളിയാക്കണ്ട. ഞാൻ നന്നായി ഒരുങ്ങി നിൻ്റെ കൂടെ കല്യാണത്തിന് മുമ്പ് നിന്നെ കണ്ട എല്ലാവരും എൻ്റെ അപ്പൂപ്പനാണോ എന്ന് ചോദിക്കുമെന്ന് എൻ്റെ പേടി. പക്ഷെ എൻ്റെ പേടി അതല്ല, നിന്നെ കണ്ട ആരെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയി തോന്നാ. നീ പോടാ, എന്നെ കണ്ട പ്രായം തോന്നിക്കാത്ത എൻ്റെ കുഴപ്പം കണ്ടാണോ? നോക്കിക്കോ, ഇന്നു മുതൽ ഞാൻ നന്നായി ഫുഡ് കഴിക്കും, എന്നിട്ട് നല്ല തടി വയ്ക്കും. വർണ്ണ വെല്ലുവിളിച്ചുകൊണ്ട് ഡ്രസ്സും മറ്റു സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് പോയി. അവളുടെ പോക്ക് കണ്ട് ചിരിയോടെ ദത്തൻ ബെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു. ആവോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. വെള്ളി ഉണ്ടല്ലേ കുറേ. ഞാൻ ഇങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ വെള്ളി വരണതാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അഡ്ജസ്റ്റ് ചെയ്തേലേ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ഇനി ഇല്ലാട്ടോ വീഡിയോ.